നമ്മുടെ നാട്ടിൽ മാത്രമല്ലല്ലോ കാഴ്ചകളും ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഉള്ളത്. അങ്ങ് ഗൾഫിലേക്ക് കൂടി പോയാലോ? അപ്പോൾ ഗൾഫിലെ ഈ ക്രൈസ്തവ ആരാധനാലയങ്ങളൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളും പ്രാർത്ഥനകളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മലയാളികൾ ഒരുപാടുണ്ടല്ലേ പ്രവാസികളായിട്ടൊക്കെ അവിടെ. അപ്പോൾ അവരടക്കം ആയിരക്കണക്കിന് വിശ്വാസികളാണ് കേട്ടോ ഈ തിരുപ്പിറവി ആഘോഷങ്ങൾക്കായിട്ട് ആരാധനാലയങ്ങളിലൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടറായിട്ടുള്ള സുരേഷ് വെള്ളിമുറ്റം അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ഗൾഫിലെ ആരാധനാലയങ്ങളിലെല്ലാം ഇതുപോലെ ആഘോഷ പരിപാടികൾ, പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വൈകുന്നേരത്തോടു കൂടിയാണ് ആരാധനാലയങ്ങളിലൊക്കെ ശുശ്രൂഷകൾ ആരംഭിച്ചത്. തിരുകർമ്മങ്ങൾക്കൊക്കെ പുരോഹിതർ നേതൃത്വം നൽകുന്നു. ഇതിപ്പോൾ ദുബായ് ഉദുമേത്ത സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റ് ആരാധനാലയങ്ങളിലും ഷാർജയിലും അബുദാബിയിലും അലൈനിലും ഫുജൈറയിലും ഒക്കെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സന്ധ്യാ നമസ്കാരത്തിലൊക്കെ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തീജ്വാല ശുശ്രൂഷകളിലും നിരവധി പേർ പങ്കെടുത്തു. ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മറ്റൊരു രാജ്യത്ത്, ഒരു അറബ് രാജ്യത്തൊക്കെ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനും പ്രാർത്ഥനാ ചടങ്ങുകൾ നിർവഹിക്കാനും ഒക്കെ കഴിയുന്നതിന്റെ സന്തോഷമാണ് എല്ലാ പ്രവാസികളും പങ്കുവെക്കുന്നത്. ദുബായ് സെന്റ് തോമസ് കത്തീഡ്രൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ തന്നെ ഒരു പരിച്ഛേദമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം കേരളത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികളാണ് ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ ശുശ്രൂഷയിൽ നിന്ന് സംബന്ധിക്കുന്നത്. തുമ്പമൺ ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ എബ്രഹാം സെറാഫി മെത്രാപ്പൊലിത്തയാണ് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലൊന്നും കൂടാൻ പറ്റാത്ത ഒരു ക്രിസ്മസും പുതുപ്പിറവിക്ക് നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതുപോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടാൻ പറ്റുന്ന വലിയൊരു കാര്യം തന്നെയാണ്. വളരെയധികം സന്തോഷം. നാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇവിടെ വരുമ്പം ആ ഒരു മിസ്സിങ് മാറുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനൊരു ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് പള്ളിയിൽ ഈ ഒരു സമയത്ത് കൂടുക എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ദുബായ് ട്രിനിറ്റി CSI ചർച്ചിലൊക്കെ പുലർച്ചെ 5:30 പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുക. അതോടൊപ്പം തന്നെ ഷാർജയിൽ മരുഭൂമിയിലെ പരുമല എന്നറിയപ്പെടുന്ന ഓർത്തഡോക്സ് പള്ളിയിലൊക്കെ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എല്ലാ ഇടങ്ങളിലും ഇതുപോലെ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്നുണ്ട്. നാളെ പ്രവൃത്തി ദിവസമാണെങ്കിൽ പോലും, ക്രിസ്മസ് ദിനം പ്രവൃത്തി ദിവസമാണെങ്കിൽ പോലും മലയാളികളുടേതും അല്ലാത്തതുമായിട്ടുള്ള പല സ്വകാര്യ കമ്പനികളും അവധിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇനിയിപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ ആഘോഷ ചടങ്ങുകളൊക്കെ പ്രവാസി സംഘടനകളൊക്കെ സംഘടിപ്പിക്കുക. ഏതായാലും നിർവൃതിയുടെ നിറവിൽ തിരുപ്പിറവിയുടെ ആഘോഷം ഗൾഫിൽ പുരോഗമിക്കുകയാണ്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലിപ്പോൾ സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.